അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഊദു ബില്ലാ ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഏറെ ആദരണീയരായ ഫോക്കസിന്റെ അഡ്മിൻസ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുമായി ഒരു ഇൻട്രൊഡക്ഷൻ സംസാരത്തിന് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നസറുദ്ദീൻ സാർ, അതോടൊപ്പം തന്നെ ഖാലിദ് സാർ, കൂടെയുള്ള മറ്റു അധ്യാപകര്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതോടൊപ്പം ഇക്കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം പ്രാപിച്ച് റാങ്ക് ലിസ്റ്റിലൊക്കെ എത്തിയിട്ടുള്ള പ്രിയ ഫോക്കസിലെ കുടുംബാംഗങ്ങളെ, തൊട്ടടുത്ത് എത്തി നിൽക്കുന്ന പരീക്ഷയെ ഒന്നുകൂടി ഊർജ്ജസ്വലമായി അതിലേക്ക് പ്രിപ്പയർ ചെയ്യാനും, തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ എന്തെല്ലാം ആശങ്കകളുണ്ടോ ആ ആശങ്കകൾ അതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും, അതിലൂടെ ഇൻഷാ അള്ളാ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വരാനിരിക്കുന്ന പരീക്ഷ അത് പരിപൂർണമായ വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു കോച്ചിങ് രംഗത്ത് നിങ്ങൾക്ക് ഡയറക്ഷൻ തരിക എന്നതിലുപരി നിങ്ങൾക്ക് അതിനെ നിങ്ങളെ മാനസികമായി നിങ്ങളെ സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ്. ഇൻഷാ അള്ളാ 15 മുതൽ 20 മിനിറ്റ് ദൈർഘ്യത്തിലായിരിക്കും എൻ്റെ സംസാരം ഇവിടെ ഉണ്ടാവുക. നസറുദ്ദീൻ സാർ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് റെഡിയാക്കണം, ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ രൂപത്തിലുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷ നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളുടെ ചില റിസൾട്ടുകൾ അത് ഓരോന്നും കാണുമ്പോഴും ഓരോ ആളുകൾ നമ്മളെ അത് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മളത് അനുഭവിച്ചത് തന്നെയാണ്. ഫോക്കസ് അക്കാദമി തുടങ്ങി അത് ആരംഭിച്ച ചരിത്രത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സ്വാഭാവികമായും ധാരാളം ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തതായി കാണുന്നുണ്ട്. ഞാനിങ്ങനെ ലിസ്റ്റ് എടുത്തു നോക്കിയപ്പോൾ നമുക്കൊന്നും അങ്ങനെ പരിചയമില്ലാത്ത പല പേരുകളും ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. നേരത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നെറ്റ് JRF പരീക്ഷാ പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ അരീക്കോട് നിന്ന് എത്തിയിട്ടുള്ള ഖാലിദ് സാറും, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ പുളിക്കൽ നിന്നെത്തിയ ഞാനും, തൊട്ടടുത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പഠനത്തിന് വേണ്ടി നസറുദ്ദീൻ സാറും എത്തുകയും, അവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നിലവിലുള്ള പരീക്ഷകളിൽക്കൊക്കെ ധാരാളം ആളുകൾ ക്വാളിഫൈ ചെയ്തു വരുന്നു. അവർ സ്വന്തം എഫേർട്ട് കൊണ്ടും, അതല്ലെങ്കിൽ സ്വന്തമായ അവരുടേതായ പഠനം കൊണ്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റി അറബിക് കോളേജുകളോ യൂണിവേഴ്സിറ്റി കോളേജുകളോ ഒക്കെ നൽകുന്ന അത്തരം സഹായത്തിലൂടെ മാത്രം അവർ പഠിച്ചു വരികയും, എന്നാൽ അത്തരം സഹായങ്ങളിലൂടെ ഒന്നും എത്താൻ കഴിയാത്ത, അതന്നെ വളരെ വിരളമായ സൗകര്യങ്ങൾ മാത്രമായിരുന്നു. ഒന്നുകിൽ PGക്ക് പഠിക്കുന്ന സമയത്തുള്ള ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന സൗകര്യങ്ങൾ, അതല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വളരെ കുറഞ്ഞ ആളുകൾക്ക് സൗജന്യമായി ലഭിക്കുന്ന സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില സൗകര്യങ്ങളിൽ മാത്രം പഠിച്ച് പരീക്ഷകളിൽ പാസ്സാവുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള 2018-19 കാലയളവിൽ ഇങ്ങനെ ഒരു പ്രിപ്പറേഷന് വേണ്ടി വരികയും, ഇങ്ങനെ ഈ ഒരു പ്രിപ്പറേഷൻ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഭാവി ഓർത്തുകൊണ്ട് PSCയോ നെറ്റോ JRFോ ഡോക്ടറേറ്റും ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പ്രവേശിക്കുകയും, അങ്ങനെ നസറുദ്ദീൻ സാർ അദ്ദേഹം കോഴിക്കോട് നിന്ന് ക്വസ്റ്റ്യൻ ആൻസറുകളുള്ള ചെറിയ പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യുകയും, അൽഹുദയിൽ നിന്ന് ആ പുസ്തകത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പരസ്പരം ഡിസ്കസ് ചെയ്യുകയും, അത് ഗ്രൂപ്പുകളിലേക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും, അവിടെ നിന്ന് തുടങ്ങി അത് ആദ്യ സമയത്ത് തന്നെ നെറ്റും, തൊട്ടടുത്ത ടേമിൽ JRFും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും, അതിനുശേഷം അത് പൂർത്തിയാക്കി MESൽ നിന്ന് SRF സീനിയർ റിസർച്ച് ഫെലോഷിപ്പും പൂർത്തിയാക്കി ഓരോ മാസം കൊറോണയുടെ സമയത്തൊക്കെ ഒരു പണിയില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയം മുതൽ ഈ കഴിഞ്ഞ വളരെ തൊട്ടടുത്ത മാസങ്ങൾ വരെ 50,000-ഓളം പെർ മന്ത് റിസർച്ചിലൂടെ 5 വർഷം ആ രൂപത്തിൽ അദ്ദേഹം ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ SRF സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഒക്കെ നേടി അതിലൂടെ കടന്നു പോകാൻ അദ്ദേഹത്തിനും,
അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ അടുത്തുള്ള ഒരു സ്കൂളിൽ അധ്യാപകനായി, അവിടുത്തെ സ്വന്തം നാട്ടിൽ നിന്റെ തൊട്ടടുത്ത സ്കൂളിൽ PSC അധ്യാപകനായി ജോയിൻ ചെയ്യുകയും അതോടൊപ്പം കൂടെയുള്ള നസറുദ്ദീൻ സാറുടെ കൂടെയുള്ള ഖാലിദ് സാറ്, അദ്ദേഹം ഇതുപോലെ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കടുത്തുള്ള മറ്റൊരു സ്കൂളിൽ PSCയിലൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുകയും ഞാൻ അതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാ PhD ഒക്കെ പൂർത്തീകരിച്ചത് കൊണ്ടും നമ്മുടെ എയിം കോളേജിലൂടെ ഒരു അധ്യാപകനാവുക എന്നുള്ള ലക്ഷ്യമായതുകൊണ്ടും അരീക്കോട് അടുത്തുള്ള ഒരു കോളേജിൽ അൽഹംദുലില്ലാ 4 വർഷത്തോളമായി അധ്യാപന ജീവനം നയിക്കുകയും കഴിഞ്ഞ ഒരു 3 മാസത്തോളമായി റിസർച്ച് ഗൈഡായി അതിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആ ഒരു പദവിയിലേക്ക് അൽഹംദുലില്ലാ എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ എത്തി ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത വിവിധങ്ങളായ സെഷനുകളിൽ LP, UP, HSA, മത്സര പരീക്ഷകളായ കേട്ടറ്റ്, അതേപോലെ തന്നെ PSCകൾ, നെറ്റ്, JRF തുടങ്ങിയ അറബിക് സംബന്ധമായ എല്ലാ പരീക്ഷകളും, അതിൽ കോളേജ് അടക്കമുള്ള PSCകളിൽ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മൾ കോച്ചിങ് കൊടുക്കുകയും വലിയ പബ്ലിസിറ്റിയോ വലിയ സംവിധാനങ്ങളോ ഒന്നും അത്തരത്തിൽ നമ്മുടെ പബ്ലിക്കേഷൻ രംഗത്തോ അല്ലെങ്കിൽ പബ്ലിസിറ്റി രംഗത്തോ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും പഠന രംഗത്ത് വലിയ മികവ് പുലർത്താൻ സാധിക്കുകയും അങ്ങനെ ഇക്കഴിഞ്ഞ പല പരീക്ഷകളിലും 1ാം റാങ്ക് മുതൽ ഏകദേശം കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ 1ാം റാങ്കും അൽഹംദുലില്ലാ പല ജില്ലകളിലും പല പരീക്ഷകളിലും പല കാറ്റഗറിയിലും അത് ഫോക്കസിലെ കുട്ടികൾ തന്നെയാണ്. എവിടെ ചെന്നാലും ഫോക്കസിന്റെ ആളുകൾ. ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ എവിടെയെങ്കിലുമുള്ള കോളേജ് അടിസ്ഥാനത്തിലോ കുടുംബപരമായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയ്ക്ക് ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിൽ ചെന്നാലോ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചെന്നാലോ ഏതെങ്കിലും ഒരു ആ രൂപത്തിലുള്ള ഒരു സംഘടനാ സംബന്ധമായ പ്രോഗ്രാമിന് ചെന്നാലോ അതല്ലെങ്കിൽ ഒന്നും വേണ്ട കഴിഞ്ഞ 2 ആഴ്ചക്കപ്പുറം പരപ്പനങ്ങാടിക്കടുത്ത കെട്ടിങ്ങൽ ബീച്ചിൽ ചെന്ന സമയത്ത് അവിടെ ചെന്നപ്പോഴും ഇതുപോലെ യാദൃശ്ചികമായിട്ട് ഈ ബീച്ചിൽ ഇറങ്ങിയതാണ്. അങ്ങനെ ബീച്ചുകളിലും നാടുകളിലും എവിടെ ചെന്നാലും ഫോക്കസിന്റെ കുട്ടികളെ കാണുകയും ഫോക്കസുമായി ആ ഒരു ബന്ധമുള്ളവരായി നേരിട്ട് നല്ല പരിചയമുള്ളവരായി മാറുകയും ഈ ഇതിലൊക്കെ കാണുന്നത് പോലെ 1ാം റാങ്ക് മുതൽ ഇങ്ങനെ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് നോക്കാം. 1ാം റാങ്ക് മുതൽ ഓരോ ജില്ലകളിലെ 1ഉം 2ഉം 3ഉം 4ഉം മത്സരിച്ചുകൊണ്ട് റാങ്കിലേക്ക് എത്തിച്ചേരുകയും സാധാരണ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്ത്രീകൾ അവരുടേതായ ലോകത്ത് അവരുടെ കുടുംബങ്ങൾക്കിടയിൽ മക്കളുടെ ഇടയിൽ ഫാമിലി സിറ്റുവേഷനിടയിൽ അതിനിടയിൽ ഈ എന്തെങ്കിലും ഒരു മണി ഏൺ ചെയ്യണമല്ലോ. ആണുങ്ങളെ അത്ര സൗകര്യം അവർക്ക് ഉണ്ടാവില്ല. ആണുങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ മറ്റും അവര് ചിലപ്പം കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. ഇതൊന്നും ഇല്ലാതെ അവരതിനിടയിലും ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെ പഠിച്ചു വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പഠിച്ചിട്ട് എല്ലാ രംഗത്തും റാങ്കുകൾ നേടിയതിന്റെ അതിന്റെ പോസ്റ്ററുകളാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കാണാത്തത് കൊണ്ടല്ല, അത് ഒന്നുകൂടി കാണിക്കാനും ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാനും ഈ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളെ കൂടി കൈപ്പിടിച്ചുയർത്താനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇത് കണ്ട് ഉടനെ തന്നെ നമുക്കറിയാം പല ആളുകളും ഇത് കണ്ടിട്ട് ബേജാറായിട്ട് വിളിക്കുകയും സങ്കടപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്ത കാഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷമവും സങ്കടവും ഒഴിവാക്കാൻ വേണ്ടിയും അങ്ങനെ ഒരു പ്രയാസം മാറ്റിയെടുക്കാൻ വേണ്ടിയും അതോടൊപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒന്നിച്ചു നിന്ന് ചേർന്ന് നിന്ന് ഇതിലേക്ക് എത്രത്തോളം ആളുകളെ മാക്സിമം അതിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ഫാമിലി മീറ്റ്. കുട്ടികളുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇങ്ങനെ നമ്മൾ ഫാമിലി മീറ്റുകൾ സംഘടിപ്പിക്കാറുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പരീക്ഷയ്ക്കുള്ള ആ ഒരു പാഠഭാഗം തീർക്കുക എന്നതിനപ്പുറം അത് വ്യവസ്ഥാപിതമായി കൊണ്ടുപോവുക എന്നുള്ളത് PSC പരീക്ഷ എഴുതുന്ന ഏതൊരാൾക്കും നിർബന്ധമാണ്. അതങ്ങനെ തന്നെ അടിവരയിട്ട് പറയാണ്. അപ്പം നിങ്ങളുടെ കുട്ടികളായ ഫോക്കസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫോക്കസിന്റെ പഠിതാക്കളായിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസിനോട് അനുഭാവമുള്ള ഒരു കോഴ്സിലും ജോയിൻ ചെയ്തിട്ടില്ലാത്ത അത്തരം കുട്ടികളുടെ ആവശ്യമനുസരിച്ച് സംഘടിപ്പിക്കുന്ന ഈ ഒരു ഫോക്കസ് കുടുംബ സംഗമത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം. എല്ലാവരും ഇവിടെ എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? നല്ല അടിപൊളി 2-3 ഓക്കെ തമ്പുകൾ വരട്ടെ. ഓക്കെ ഓക്കെ നമ്മളെ ഉദ്ദേശം, നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അത്. ഇനി നമുക്ക് ഇടക്കിടക്ക് ഏപ്രിലിൽ വരാൻ പോണത്, ഇടക്കിടക്ക് നിങ്ങൾക്ക് ആവശ്യമായ
ആ ഒരു നിർദ്ദേശങ്ങൾ നൽകാൻ തീർച്ചയായിട്ടും നമ്മൾ സന്നദ്ധരാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ മറ്റു ക്ലാസ്സുകളായിട്ടൊന്നും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ നിങ്ങളുടെ കൂടെ കട്ടക്ക് കൂടെ ഉണ്ടാകും എന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളിലേക്ക് തിരിച്ചു വരാം. നമ്മളെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എഴുതാൻ പോണ പരീക്ഷ സത്യത്തിൽ ഒരു പരീക്ഷ മാത്രമല്ല. സത്യത്തിൽ ഒരു പരീക്ഷയാണോ? പറയുന്നത് നിങ്ങൾ PSC എന്നുള്ളത് ഒരു പരീക്ഷ മാത്രമാണോ? അല്ല. ആണോ? അല്ലേ? ഒരിക്കലുമല്ല. അത് നമ്മുടെ സ്വപ്നമാണത്. അല്ലേ? നമ്മുടെ സ്വപ്നമാണ് ആ പരീക്ഷ. സത്യം പറയേ. യെസ്, നമ്മുടെ ജീവിതമാണ് ആ പരീക്ഷ. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സ്വപ്നമാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ്. അപ്പൊ നമ്മൾ അതിനൊരു പരീക്ഷയായിട്ട് കാണരുത് എന്നുള്ളതാണ് എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. നിങ്ങളുടെ എൻ്റെ കൂടെ തന്നെ വരുന്നതുകൊണ്ട് എളുപ്പമാണ്. ഈ പരീക്ഷ വെറും ഒരു പരീക്ഷയല്ല, വെറും ഒരു പരീക്ഷ കടമ്പയല്ല, മറിച്ച് അത് നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള, നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള, നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള അതിന്റെ കവാടമാണ്, അതിന്റെ വിൻഡോ ആണ്. അപ്പൊ ആ വിൻഡോ അത് തുറന്ന് കടക്കാൻ നമുക്കാവണം, അതിലൂടെ പ്രവേശിക്കാൻ നമുക്കാവണം. അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ലക്ഷ്യം അത് വെറും ഒരു ജോലി മാത്രമൊന്നുമല്ല. ഇതിന്റെ ഒരു പ്രത്യേകത അതാണ്, ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ല. PSCയെക്കാളും വലിയ ജോബിൽ കഴിഞ്ഞുകൂടുന്നവർ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പല ബിസിനസ്സിലും ചെയ്യുന്ന ആളുകളുണ്ട്. PSC ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്തിട്ട് പല 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 കോഴ്സുകളിലും പല വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. സ്കൂൾ PSC പരീക്ഷയേക്കാൾ കുറച്ചുകൂടി ലഭ്യമായ സാലറി ഉണ്ട് കോളേജ് തലത്തിൽ എൻ്റെ കൂടെ ഒക്കെ, നമ്മളെ കൂടെയൊക്കെയുള്ള, നമ്മുടെ ഫോക്കസ് ഒക്കെ അടുത്ത് ഇടപഴകുന്ന ആളെ പേരൊന്നും പറയുന്നില്ല, അവര് 5 വർഷത്തേക്ക് ലീവ് എടുത്ത് ഖത്തറിലേക്ക് പോയി. കാരണം അവർക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നതിനേക്കാളൊക്കെ അവർക്ക് നല്ല ജോലിയിൽ, അവരുടെ ഫാമിലി ബ്രദേഴ്സ് ഒക്കെ ഖത്തറിലാണ്. അവിടെ നല്ല ബിസിനസ് സംവിധാനങ്ങളുണ്ട്. 5 വർഷത്തേക്ക് അദ്ദേഹം ഖത്തറിലേക്ക് പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു സഹോദര സ്ഥാപനത്തിലെ ഒരു സുഹൃത്തിന്റെ യാത്രയാണ്. അപ്പൊ അതിലും വലിയ ജോലികളൊക്കെ മുമ്പിലുണ്ട്. പക്ഷെ അത് വെറും ഒരു ജോലി മാത്രമല്ല, മറിച്ച് ഒരു വരും തലമുറയെ വളർത്തുവാനുള്ള ഒരു അധ്യാപികമാരാണ്. ആ ഒരു മഹത്തരമായ ഒരു പദവി അവിടെ ഉണ്ട്. അധ്യാപിക, വിശിഷ്യ ഗവൺമെന്റ് അധ്യാപിക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വലിയ സ്ഥാനമാണ്, എല്ലായിടത്തും ഭയങ്കര സ്ഥാനമാണ്. ആ ഒരു സ്ഥാനവും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ സ്വപ്നത്തിലേക്കുള്ള കവാടവുമൊക്കെ ആയിട്ടുള്ള ആ ഒരു പൊസിഷന് അത്ര വലുതാണ്. ആ പൊസിഷൻ അത്ര വലുതാന്ന് പറഞ്ഞാൽ PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന ആളുകൾ പറയും, ഇതൊക്കെ വളരെ എളുപ്പമാണ്, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വലിയ വലിയ കാര്യമായിട്ടൊന്നും അത്രയൊന്നും ചെയ്യാനില്ല. എനിക്കും തോന്നിയിരുന്നത് വലിയ കാര്യമാണ്. അവരൊക്കെ എൻ്റെ സംസാരം കേൾക്കുന്നുണ്ട്. നേരത്തെ കുറെ റീപ്ലൈ തന്ന ആളുകളൊക്കെ പേരുകൾ ഇങ്ങനെ കാണുമ്പോൾ അവരൊക്കെ ഇതൊക്കെ അത്രേ ഉള്ളൂ എന്ന് അവരൊക്കെ പറയും. കിട്ടിക്കഴിഞ്ഞാൽ അവരൊക്കെ പറയും. കാരണം കിട്ടുന്നത് വരെയാണ് നമ്മൾ ഒരു മറഞ്ഞ ലോകത്തുള്ളത്. പിന്നെ നമ്മൾ അതിന്റെ തുറന്ന വാതിലിന്റെ അപ്പുറത്താണ്. അവിടെയുള്ള ആളുകൾക്കിടയിൽ 1-ാം റാങ്ക് കിട്ടിയ ആളുകളൊക്കെ അവർ 1-ാം റാങ്കുകാരൻ വളരെ ലാളിത്യത്തോടു കൂടി പറയും, ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇന്ന രൂപത്തിൽ പഠിച്ചു, ഫോക്കസ് പറയുന്ന രൂപത്തിൽ കടന്നുപോയി എന്നല്ലാതെ കൂടുതലൊന്നും അവർ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കഴിവോ ശക്തിയോ ഉള്ളതായിട്ട് ആരും പറയില്ല. ഇനി നിങ്ങൾക്ക് കുറെ സംസാരങ്ങൾ എനിക്ക് ഈ പല സന്ദർഭങ്ങളായി നിങ്ങൾക്ക് കേൾക്കാം. ഒന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, പരീക്ഷ ലക്ഷ്യം വെച്ചിരിക്കുന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യരെയും ശുദ്ധ പ്രകൃതിയിലാണ് പടച്ചോൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരാൾക്ക് 1-ാം റാങ്കുകാരന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ല, ഒരു റാങ്കും കിട്ടാത്തവന് എന്തെങ്കിലും ഒരു പോരായ്മ ഇല്ല. ഒന്നാമത്തെ സംഗതി അതാണ്. നമ്മളെല്ലാവരെയും, മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ അവിടെ നിന്ന് നമ്മുടേതായ സിറ്റുവേഷനും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ മാനസികാവസ്ഥയും ഒക്കെ അതിനൊക്കെ അനുസരിച്ചാണ് പിന്നെ നമ്മളെ ഓരോരുത്തരെയും മാറ്റി 1ഉം 2ഉം 3ഉം 4ഉം റാങ്കിലേക്കും ആ രൂപത്തിലേക്കുള്ള ഓരോ വഴിയിലേക്ക് എത്തിച്ചത് നമ്മുടെ സാഹചര്യമാണ്. അപ്പൊ എല്ലാവർക്കും അതിലെത്തിപ്പെടാൻ പറ്റും. നമ്മൾ എവിടേക്കാണോ നമ്മൾ ലക്ഷ്യമിടുന്നത് അതിലെത്തിപ്പെടാൻ എല്ലാവരും തുല്യ സൗകര്യക്കാരാണ്, എല്ലാവർക്കും തുല്യ സാഹചര്യമുള്ളവരാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അത് മാറ്റപ്പെടുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണക്കാർ നമ്മൾ തന്നെയാണ്.
നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിന്റെ 1-ാം റാങ്കിലേക്ക് എത്താനുള്ള കാരണം മറ്റാരുമല്ല, മറ്റാരെ കൊണ്ടും കഴിയില്ല. ഫോക്കസിന് നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കിൽ എത്തിക്കാൻ ഫോക്കസിനെ കൊണ്ട് കഴിയൂല. നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു തരാൻ കഴിയൂല. നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാൻ ഫോക്കസിനോട് കഴിയില്ല. നിങ്ങൾ നല്ല പേര് കേട്ട കുറേ ഫെസിലിറ്റി ഉള്ള ഒരു ജിംനാസ്റ്റിക് സെന്ററിൽ പോയി എന്ന് കരുതി നിങ്ങൾക്ക് നല്ല ജിമ്മിന്റെ മാസ്റ്റർ ആവാൻ കഴിയില്ല. നിങ്ങൾക്ക് നല്ല ഒരു കളരിപ്പയറ്റോ അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് നടത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നാൽ നിങ്ങളെ ഒരു ട്രെയിനിങ് കേന്ദ്രത്തിലും നിങ്ങളൊരു ബിസിനസ്സുകാരനാക്കൂല. കാരണം എന്താണ്? അത് നമ്മളാവണം, നമ്മൾ എഫേർട്ട് എടുത്താവണം. അവരൊക്കെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അതിനൊരു കാരണക്കാരാകുന്നു എന്ന് മാത്രം. ഫോക്കസിന് എപ്പോഴും ആദ്യം പറയാനുള്ളത് അതാണ്. ഫോക്കസിന് ഒരു കഴിവില്ല. ഫോക്കസിനൊന്നും നിങ്ങളുടെ എഫേർട്ടുകളാണ്. അതിന് നിങ്ങളുടെ സൈക്കോളജിക്കലായിട്ടുള്ള നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പേടി മാറ്റുക എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്യുന്നത് പലപ്പോഴും ചെയ്യുന്നതാണ്. എപ്പോഴാണ് നമുക്ക് പേടി ഉണ്ടാവുക? പഠിക്കാതിരുന്നാൽ പേടി ഉണ്ടാവും. പഠിക്കാതിരുന്നാലും ചെയ്യാതിരുന്നാലും പൂർത്തിയാകാതിരുന്നാലും പേടി ഉണ്ടാവും. പേടി മാറ്റുക എന്നുള്ളതാണ്. അത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഇന്ന് മുതൽ ഏപ്രിൽ വരെ നിങ്ങളെ മനസ്സിൽ നിന്ന് മാക്സിമം പേടി എടുത്ത് കളയുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? അതിന് കൂട്ടമായ പ്രവർത്തനങ്ങൾ വേണം. അതിന് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം വേണം. പഠനം പൂർത്തിയാക്കി എന്നുള്ള ചിന്ത വേണം. അതോടൊപ്പം ചെറിയ ചെറിയ പിയർ ടീമുകളാക്കി നിങ്ങളെ മാറ്റണം. നിങ്ങൾക്ക് ഡയറക്ഷൻസ് നൽകണം. നിങ്ങൾക്ക് എവിടൊക്കെയാണ് പ്രശ്നം അതൊക്കെ പരിഹരിച്ച് പോകണം. ഇങ്ങനെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് കിട്ടി പരീക്ഷാ ഹാളിൽ എത്തി പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വരുന്നത് വരെ നിങ്ങളെ പേടി മാറ്റാനുള്ള അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങളുടെ പ്രകടനം, നിങ്ങൾക്ക് ആ രൂപത്തിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്തുക എന്നുള്ളതാണ്. ഫോക്കസ് അക്കാദമി ഈ ഒരു തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്ലൈഡുകൾ ഷെയർ ചെയ്തത് എന്തിനാ? നിങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നസീഫ എന്ന് പറയുന്ന ഐഡിയിലുള്ള അവരുടെ ജസ്റ്റ് വോയിസ് ഓണാണ്. ഓക്കെ, ഓക്കെ താങ്ക് യു. അപ്പം അക്കാദമി എന്താ ചെയ്യുന്നത്? അക്കാദമി നിങ്ങൾക്ക് അതിനുള്ളൊരു വേദി ഒരുക്കി തരിക. ആ വേദിയിൽ നിങ്ങളെ പ്രകടനം നടത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരിക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരിയായ വഴിയിലൂടെ പോയാൽ നിങ്ങളെ ആ വഴിയിലെത്തുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ആത്മവിശ്വാസത്തോടു കൂടി ചെല്ലുക. ഇതിൽ റാങ്ക് ഹോൾഡേഴ്സ് നിങ്ങളോട് ഇനി സംസാരിക്കും, ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ നല്ല ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനത് ഇപ്പൊ ഇവിടെ എടുത്ത് ഉദ്ധരിക്കാനുള്ള കാരണം നമുക്ക് ആത്മവിശ്വാസമാണ് വേണ്ടത്. നമുക്ക് ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് അല്ലേ, ആ ഒരു ആത്മവിശ്വാസമുള്ളവൻ, അതാണ് സത്യത്തിൽ എവരിത്തിങ്. അതാണ് ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് ശാരീരികമായി കുറച്ച് ദുർബലത ഉണ്ടെങ്കിലും, സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലാണെങ്കിലും, മറ്റുള്ള കുട്ടികളെ പോലെ ചടുലതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വീട്ടിലില്ല എങ്കിലും, കുടുംബവും കുട്ടികളും മക്കളൊക്കെ ആയിട്ടാണ് എങ്കിലും, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഉയരത്തിൽ ചാടാനും ഉയരാനും നമുക്ക് പറ്റും. ശാരീരികമായിട്ട് ദുർബലരാണ് നമ്മൾ. ഒന്നാമത് നമ്മളെ ഈ ഒരു കാലഘട്ടം എത്തിയപ്പോഴേക്കും പ്രത്യേകിച്ച് നമ്മൾ ശാരീരികമായിട്ട് വളരെ ബേക്കോട്ടാണ്. നമ്മളെ ഫുഡ് രീതി, നമ്മുടെ കൾച്ചറ്, നമ്മളെ ഉറക്കം, അതൊക്കെ നമ്മളെ പല കാരണങ്ങളെ കൊണ്ട് ഓരോ വർഷവും നമ്മളെങ്ങനെ ശരീരത്തിന് ക്ഷീണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചിട്ടയില്ലാത്ത ജീവിത രീതി കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം നമുക്കറിയാലോ. അതുകൊണ്ട് തന്നെ അതോടൊപ്പം വളരെ കുറഞ്ഞ ആത്മവിശ്വാസം കൂടി വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോവാണ്. അപ്പൊ നമുക്ക് നോമ്പിന്റെ ചൂടിൽ നമുക്ക് വേണ്ടത് ആ ആത്മവിശ്വാസം വീണ്ടെടുക്കലാണ്. അതാണ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. ആത്മവിശ്വാസത്തിന്റെ കുറവ് വരുമ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യുക? അതിന് ആത്മവിശ്വാസം കൂട്ടാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബുകളിൽ വിരൽത്തുമ്പുകളിൽ ലഭ്യമാണ്. അതിലേക്ക് കടന്നു ചെന്ന് ഒഴിവുള്ള സമയം ആ രൂപത്തിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേടി കുറയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആത്മവിശ്വാസം വർദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മളപ്പം മനസ്സിനോട് നമുക്ക് പോസിറ്റീവ് അഫർമേഷനാ കൊടുക്കാണ്ടാവുക. ഞാൻ പരീക്ഷയിൽ ജയിക്കും, ഞാൻ അധ്യാപകനാവും, എൻ്റെ സ്വപ്നത്തിന്റെ കവാടം ഞാൻ തുറക്കും എന്ന് നമ്മൾ ഓരോ സമയത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനവും എന്താവും? ഒരു സ്മാർട്ട് പ്ലാനിങ്ങോട് കൂടി, ഒരു ടൈം മാനേജ്മെന്റോട് കൂടി ആവും. കാരണം എന്താണ്? അതിലേക്ക് വഴി നടത്തുന്ന നല്ല ആത്മവിശ്വാസം നമുക്കുണ്ട്. അതിലേക്ക് വഴി നടത്തുന്ന നല്ല ചിന്ത നമുക്കുണ്ട്. അങ്ങനെ ശരീരവും മനസ്സും ഒരുപോലെ ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ പറ്റണം.
ഇപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ദാഹം അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഒന്ന് പിറകോട്ട് നോക്കിയാൽ, ഒന്ന് മനസ്സിനോട് ശരീരത്തോട് ചോദിച്ചാൽ ദാഹം അനുഭവപ്പെടുന്നുണ്ടാവും. നമ്മൾ ഇന്നു മുതൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദാഹം അനുഭവപ്പെടാൻ കാത്തു നിൽക്കരുത്. ഈ ഒരാഴ്ച പ്രത്യേകിച്ചും റമളാനിൽ പിന്നെ നമുക്ക് ദാഹം അനുഭവിച്ച് നിൽക്കാനേ പറ്റുള്ളൂ. ഇനി നമുക്ക് കിട്ടുന്ന അവസരം, ശരീരം നമുക്ക് നൽകുന്ന അവസാനത്തെ സിഗ്നലാണ് ദാഹം എന്നുള്ളത്. ലാസ്റ്റ് സിഗ്നലാ. സെല്ലുകളൊക്കെ എപ്പോഴോ നമ്മളെ വെള്ളം ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഒരു 2 മണിക്കൂർ, 2 to 3 ഹവേഴ്സിനുള്ളിൽ നമ്മൾ ഇടക്കിടക്ക് വെള്ളം കൊടുത്ത് അതിനെ നനച്ച് റെഡിയാക്കണം. നിർബന്ധാണ്. ഏപ്രിലിലേക്ക് നമുക്കൊരു നല്ല ഒരു കൃഷിയിടത്ത് നിന്ന് വിളവെടുത്ത് നടത്തണമെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ മണ്ണ് പാകപ്പെടുത്തി അവിടെ കൃഷി വിത്തിറക്കണം. ആ വിത്തിറക്കാൻ നമ്മുടെ ശരീരം അതിന് പാകപ്പെടണം. അപ്പൊ ഒരു 2 to 3 ഹവേഴ്സിനുള്ളിൽ ദാഹമില്ലെങ്കിലും കുറച്ചെങ്കിലും വെള്ളം കുടിച്ചു കൊടുക്കുക. ശുദ്ധമായ വെള്ളം, മാക്സിമം ശുദ്ധമായ വെള്ളം കുടിച്ചു കൊടുക്കുക. അല്ലാതെ ദാഹം വന്നതിന് ശേഷം കുടിക്കുമ്പോൾ അത് അവസാന സിഗ്നലായിട്ട് മാറുകയാണ്. അത് എത്താതെ വരികയാണ്. വെള്ളമാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. എല്ലാത്തിന്റെയും ശരീരത്തിലെ 70% കൂടുതൽ വരുന്ന വെള്ളമാണ് ഈ ആത്മവിശ്വാസത്തെ നിയന്ത്രിക്കുന്നത്, ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ രക്തചംക്രമണത്തെ ഒക്കെ ക്രമീകരിച്ച് ശരീരത്തിന്റെ അവസ്ഥയൊക്കെ മെച്ചപ്പെടുത്തുന്നതാണ്, ക്ഷീണം മാറ്റുന്നതാണ്. നിങ്ങൾ കൃത്യമായ ഒരു 24 hours കൃത്യമായി ശരീരത്തിന് വെള്ളം ഒന്ന് പാനം ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ശരീരത്തിൽ എനർജി ഉണ്ടാവും എന്നറിയോ? കാരണം വെള്ളം മനുഷ്യനും ഭൂമിയും, ഈ ഭൂമിയിലെ നല്ല ശുദ്ധജലമൊക്കെ ആയിട്ട് മനുഷ്യന് വളരെ ബന്ധമുണ്ട്. ആ ശുദ്ധ പ്രകൃതിയിൽ നമ്മൾ ജനിച്ചു വന്ന നമ്മൾ ആ ഒരു ദാഹം കാത്തു നിൽക്കാത്ത ജലപാനവും, അതോടൊപ്പം തന്നെ ക്ഷീണം കാത്തു നിൽക്കാതെ നമ്മുടെ കൃത്യമായ ഉറക്കും, ആവശ്യത്തിനനുസരിച്ച് ഈ ജങ്ക് ഫുഡുകളൊക്കെ ഒഴിവാക്കി ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഒന്ന് കുറച്ചതൊക്കെ ഉണ്ടായിക്കോട്ടെ, ഉണ്ടാവണ്ടെന്നല്ല, അതൊക്കെ അസ്തമയത്തിന്റെ മുൻപ് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ അത്തരം ഭക്ഷണങ്ങളോടൊക്കെ ഒന്ന് വിട പറയലും, രാത്രി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ വലിയ ഹെവി ആയ ഫുഡുകൾ ഒഴിവാക്കി, ഫുഡുകൾ കഴിക്കാം പക്ഷെ ഹെവി ഫുഡുകൾ ഒഴിവാക്കി അങ്ങനെയൊക്കെ ഒന്ന് കടന്നുപോയി ഉദിക്കുന്നതിന് ശേഷമുള്ള ബ്രേക്ക്ഫാസ്റ്റോട് കൂടി തുടങ്ങുക. സൂര്യാസ്തമിക്കുന്നതോട് കൂടി ഹെവി ഫുഡുകളൊക്കെ ഒഴിവാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമായ പെപ്സി, കൊക്കക്കോള തുടങ്ങിയ കോള ഐറ്റംസുകൾ, അങ്ങനെ കുപ്പിവെള്ളങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒരു ശ്രദ്ധ ഇതിലേക്ക് കൊടുത്ത് നിങ്ങൾ വന്നാൽ, നിങ്ങൾക്ക് ഈ ഫോക്കസ്, നിങ്ങൾക്ക് മുമ്പോട്ട് വെക്കുന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ഒരു പടി മുമ്പിലെത്തും. അതിന്റെ കൂടെ ഫോക്കസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൈക്കോളജിക്കൽ മൂവ്മെന്റിൽ നിങ്ങൾക്ക് നോട്ട്സ് തരും, വീഡിയോസ് തരും. എത്ര തവണ കേൾക്കാനും കേട്ടു പഠിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള യൂട്യൂബ് ലിങ്കുകളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് തരും. പ്രഗത്ഭരായ അധ്യാപകരുടെയും അതേപോലെ തന്നെ ഏറ്റവും ജെൻസി, പുതിയ ന്യൂ ജനറേഷൻ, നിങ്ങളെ PSCക്ക് എഴുതാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന, ഇപ്പൊ പരീക്ഷ എഴുതി ചൂടോടുകൂടി ജോലിക്ക് പ്രവേശിച്ച് കഴിഞ്ഞ 5-6 വർഷത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും പഠിച്ചിട്ടുള്ള, അതിൽ എക്സ്പേർട്ടായി, അതിന് എത്ര പണം ചെലവഴിക്കേണ്ടി വന്നാലും ഡോക്ടർ ഹാരിസ് അശ്ശേരി മുട്ടാഞ്ചേരി സാറെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ അവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് അവരെ കണ്ട്, അവരോട് കൂടിയിരുന്ന്, അവരുമായി ചർച്ച ചെയ്ത്, അങ്ങനെ ആ രൂപത്തിലുള്ള നിങ്ങൾക്ക് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരിലൂടെ സിലബസ് കംപ്ലീറ്റ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സിലബസ് മാപ്പിംഗ്, ഒരു മാപ്പിംഗ് അവിടെ നടത്തുകയാണ്. പൂർണ്ണ സിലബസ് നിങ്ങൾക്ക് നൽകും. അതിന്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് നൽകും. അത് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ വേർതിരിച്ച് നൽകും. അതിന്റെ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൽകും. അങ്ങനെയൊക്കെ നൽകി നിങ്ങളെ ആ രൂപത്തിൽ എന്താ പറയാ, ബലാഗയുടെയും നഹ്വിന്റെയും അറൂദിന്റെയും ഒക്കെ ഭാഗമൊക്കെ ഒന്ന് ആ സ്കൂൾ തലങ്ങളിൽ പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെ പഠിപ്പിച്ച് അതിന്റെ വീഡിയോസ് നൽകി, അതിന് വെറും ഒരു പഠിപ്പിക്കലല്ല, അതിൽ ഉപരി ഡെയിലി ടെസ്റ്റുകളായി. ഇനി അങ്ങോട്ട് ഞാനിങ്ങനെ നസീറുദ്ദീൻ സാറോട് സംസാരിച്ചപ്പോൾ ഇനി അങ്ങോട്ട് ടെസ്റ്റുകളുടെ ഒരു കാലാണ്. ഇനി അങ്ങോട്ട് മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ടെസ്റ്റുകൾ, ക്വിസസ്, ആക്ടിവിറ്റി ടെസ്റ്റുകളുടെ സമയമാണ്. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോട് കൂടിയിട്ട് അതിലെ മറ്റു സിലബസുകൾ, അതിന്റെ പെഡഗോജിയുടെ ഭാഗമായാലും, അതേപോലെ തദ്രീസ് ലുഗ ആയാലും, അതേപോലെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആയാലും, ദിവസേനയുള്ള പ്രധാന വാർത്തകൾ, അതുമായി PSC ബുള്ളറ്റിൻ, അതൊക്കെ നോക്കി അതിലൊക്കെ ശ്രദ്ധ ചെലുത്തി നമ്മളെ കുട്ടികൾക്ക് 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ, എത്ര ക്വസ്റ്റ്യൻസ് ആണോ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിന് മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിലബസ് മാപ്പിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ മെല്ലെ ചുരുക്കത്തിലേക്ക് പോവാണ്, നിങ്ങളുടെ സംശയത്തിലേക്ക് നമുക്ക് ഇനി കടന്നു പോവാം. അങ്ങനെ
ഒരു സ്ട്രാറ്റജി മുന്നോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു എലിമിനേഷൻ മെത്തേഡ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ശരിയായ സിലബസും ശരിയായ പരീക്ഷയ്ക്ക് എത്താൻ പറ്റുന്നതും ശരിയായ ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നതും നിങ്ങൾ തെറ്റായി നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു എലിമിനേഷൻ മെത്തേഡും ഒക്കെ സ്വീകരിച്ച് ഒരു സമയക്രമീകരണം സ്വീകരിച്ച് നിങ്ങളെ അവസാനവട്ട മുന്നൊരുക്കം നടത്തി അവസാനവട്ട മുന്നൊരുക്കം ഷുവർ ഷൂട്ടിലൂടെയും ചെറിയ ചെറിയ മോക്ക് ടെസ്റ്റിലൂടെയും റിവിഷനിലൂടെയും ഒക്കെ നിങ്ങളെ ആ രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. നിങ്ങൾക്ക് ആ രൂപത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഈ പറഞ്ഞ പരീക്ഷ എഴുതി വിജയിച്ച ആളുകളുടെ ആ രൂപത്തിലുള്ള മോട്ടിവേഷൻ സെഷനുകൾ ഉണ്ടാവും. സിലബസ് ഇടക്കിടക്ക് വിശകലനം ചെയ്യും. നിങ്ങൾക്ക് അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി തരും. നിങ്ങളുടെ ശക്തമായതും ദുർബലമായതും ആളുകൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കും. ഒരു സ്ട്രോങ് ആയിട്ടും വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഇടയിലൂടെ കടന്നു പോകും. ഇതിനാവശ്യമായ SCERT പുസ്തകങ്ങൾ, അതിന്റെ പഠനങ്ങൾ, LP UP പരീക്ഷകൾക്കുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളെ എല്ലാവരെയും ഒരു 80% മുകളിലേക്ക് എത്തിച്ച് ആ ലിസ്റ്റിലെ ആദ്യ പേരുകളിൽ എത്താൻ വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകും. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലിസ്റ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനാവശ്യമായ ആ ഇന്റർവ്യൂവിന് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുതരും. അങ്ങനെ ഒരു ചിട്ടയായ ടൈം ടേബിൾ, ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിൾ സജ്ജമാക്കി അത് രാവിലെ മുതൽ തുടങ്ങി വൈകുന്നേരവും രാത്രിയും അല്ലെങ്കിൽ നേരം വെളുക്കോളമുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ രൂപത്തിൽ നൽകുന്ന ഒരു സിസ്റ്റം. അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ വരുന്ന സൈക്കോളജിയുടെയും അതേപോലെ തന്നെ പെഡഗോജിയുടെയും അല്ലെങ്കിൽ ഈ രൂപത്തിൽ നമ്മുടെ സിലബസുമായി ഓറിയന്റേറ്റ് വരുന്ന എല്ലാ കാര്യങ്ങളും മുൻ വർഷത്തെ PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PYQ പ്രാക്ടീസ്, അതിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തുടങ്ങി എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾ എത്തിക്കുക. അപ്പൊ ഇതിന് കൺസിസ്റ്റൻസി ആയിട്ടുള്ള, ഞാൻ അവസാനിപ്പിക്കാണ്, തുടർച്ചയായിട്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അത് മുടങ്ങാതെ ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ തുടർച്ചയായ പഠനത്തിന്റെ കൂടെ തന്നെ ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൺഡേ ഈസ് ദ റിവിഷൻ ഡേ ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ മറ്റൊരു സാറ്റർഡേ ഒരു റിവിഷൻ ഡേ ആക്കിയൊക്കെ മാറ്റിയിട്ട് ഒരു ഫോക്കസിന്റെ ഒരു റിവിഷൻ ഡേ അതുകൂടി പുതിയതായിട്ട് ആലോചനയിലുണ്ട്. ഒരു റിവിഷൻ ഡേ വരും. അങ്ങനെ ഒരു റിവിഷൻ ഡേ വരുത്തുക. ഒരു തുടർച്ചയായി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് വരിക. അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മളും ആ ലിസ്റ്റിലെത്തും. കുല്ലു മൗലൂദിൻ യൂലദ് അലൽ ഫിത്ര. എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ്, എല്ലാവരും ഒരേ പ്രകൃതത്തിലാണ്, എല്ലാവർക്കും ഒരേ സംവിധാനത്തിലാണ്. ഓർഡിനറി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് അവരുടെ ഇതിലാണ് വളരെ ആവേശം കാണുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇത് എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർ അവര് പറയും, ഈ റാങ്കിൽ വന്നവർ പറയും, നിങ്ങളുടെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളുടെ ഒക്കെ പേരും അവരായിട്ട് നിരന്തരം കോണ്ടാക്ട് ഉള്ളവരാണല്ലോ നിങ്ങൾ. ആരോട് ചോദിച്ചാലും പരീക്ഷയുടെ ഈ കൺഫ്യൂഷൻസ് പറയുന്ന ആരോട് ചോദിച്ചാലും പറയും ഇന്ന ആളുകളൊക്കെ അറിയാം, 1ാം റാങ്കിന് അറിയാം, 3ാം റാങ്ക് അറിയാം, അവരറിയാം, ഇവരറിയാം. നിങ്ങൾ അവരോട് സംസാരിച്ചാൽ അവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ അവര് ചെയ്ത സ്ട്രാറ്റജി ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിങ്ങനെ തലയിൽ കയറി പ്രയാസമായി ഉറക്കം നഷ്ടപ്പെട്ട് അസുഖമായി ഉള്ള അസുഖം മൂർജിച്ച് അതേപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അതിലേക്കൊന്നും പോവാതെ എല്ലാത്തിനും ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക, ഒരു മീഡിയേഷൻ സ്വീകരിക്കുക. അല്ലെ, ഉമ്മത്തൻ വസത്തയാണല്ലോ, അത് സ്വീകരിക്കുക. ഉറങ്ങണം, അതേപോലെ തന്നെ പഠിക്കണം, അതേപോലെ തന്നെ കുടുംബകാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം കൂടി തലയിലിട്ട് പോവരുത്. ചിറക് വിരിച്ച് പാറാനുള്ള ഒരു സമയം വേണം. അതിന് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ തുടങ്ങുക. പെട്ടെന്ന് 4 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ അല്ല. ചിറക് വിരിച്ച് ഒന്ന് എണീറ്റ് നിന്ന് അതിനൊക്കെയുള്ള സമയം സാഹചര്യമൊക്കെ വേണം. അപ്പൊ പേടിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ആകെ ഡിപ്രഷൻ കയറുന്നതല്ല, ആകെ ഉത്കണ്ഠ വന്ന് ഉള്ളതൊന്നും പിറകോട്ട് പോകുന്നതല്ല, മറിച്ച് കിട്ടാവുന്ന സാഹചര്യം ഒരുക്കി മുന്നോട്ട് പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ കൂടുതൽ നിർദ്ദേശങ്ങൾ ഇനി അവർ നൽകും. തൽക്കാലം സംസാരം ചുരുക്കുകയാണ്. ഇനി നിങ്ങളുടെ എന്തെങ്കിലും സിലബസ് ഓറിയന്റഡ് ആയ സംസാരത്തിനോട് ആളുണ്ട്. സിലബസ് ഓറിയന്റഡ് അല്ലാത്ത സംസാരങ്ങൾക്ക് നിങ്ങളെ കൂടെ ഞാൻ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്നിച്ചു നിന്നാൽ ഒത്തുപിടിച്ചാൽ മലയും, യൂണിറ്റി ഈസ് ദ പവർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടെ നമുക്ക് ഒരു പേടിയും പ്രയാസം നമുക്ക് വേണ്ട ആവശ്യമില്ല. ഒരു പ്രയാസത്തിന്റെ ആവശ്യം, ഒന്നിച്ചു നിന്ന് നമുക്ക് ചെയ്യാം. അതിൽ നിങ്ങളെ കൂടെ നിൽക്കാൻ നമ്മൾ കട്ടക്ക് നിങ്ങളെ കൂടെ ഉണ്ടാകും. നമ്മൾ എത്ര നിങ്ങളെ കൂടെ നിൽക്കുന്നു, അതിലേറെ സന്തോഷമല്ലാതെ ഒരു സങ്കടവും നമുക്ക് ഉണ്ടായിട്ടില്ല.
നിങ്ങളെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷം മാത്രമേ പ്രദാനം ചെയ്തിട്ടുള്ളൂ, അവസാന റിസൾട്ട് വരെ. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെ ഫോട്ടോസ് പതിച്ചിട്ടുള്ള, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഒപ്പിടുന്ന ഈ ഫോട്ടോസ് കാണാൻ കാത്തിരിക്കുക നമ്മൾ. അപ്പം 2026-27 അധ്യയന വർഷത്തെ അടുത്ത ജൂണിലെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ വരാൻ പോണ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിന് ഒരുങ്ങി അടുത്ത ജൂൺ ആകുമ്പോഴേക്കും നമ്മൾ എവിടെങ്കിലും ഒരു ലിസ്റ്റിൽ എത്തുന്ന രൂപത്തിൽ പരീക്ഷയൊക്കെ പൂർത്തിയാക്കി വേണമെങ്കിൽ പിന്നെ നമ്മളൊരു ഡെയിലി വേജ് ആയിട്ട് പോവേ, അല്ലെങ്കിൽ നമ്മൾ പോയോണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യേ ഒക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്താൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനുള്ളൊരു സുവർണ അവസരമാണ് വന്നത്. നോമ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് നമുക്കതിൽ കൂടുതൽ എനർജി കിട്ടാൻ കാരണമായി തീരും. ഒരു പേടിയും ഒരു പ്രയാസവും ആരും വേണ്ട, ഒരു വിഷമവും ഒരു സങ്കടവും ആർക്കും വേണ്ട. നമുക്ക് കിട്ടാത്തതൊക്കെ അടുത്തതിൽ നേടാൻ പടച്ചവൻ സൗകര്യമുള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ചേരാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകും. നമുക്ക് അവിടെ കരുതി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ കുഴിച്ച് 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 അവിടെ വെച്ച് നിട്ടേച്ച് പോവരുത്. ആ കൺസിസ്റ്റൻസി കളയരുത്. കാരണം എപ്പോഴെങ്കിലും കുഴിച്ചാൽ കിട്ടൂല. ആ സ്വർണ്ണ ഖനിയുടെ അടുത്തെത്തിയിട്ട് കൺസിസ്റ്റൻസി ഇട്ടേച്ചിട്ട് പിന്നെ ഇനി നോമ്പ് കഴിഞ്ഞിട്ട് എന്ന് പറ്റൂല. ഇനി അടുത്ത തിങ്കളാഴ്ച ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നു മുതൽ തന്നെ തുടങ്ങണം എന്നുള്ളതാ. കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കുടിച്ച് എത്തി അവസാന നിമിഷം വെച്ച് പിന്തിരിഞ്ഞു പോണ കുറെ ആളുകളുണ്ട്. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെയും കുഴിക്കൽ തുടങ്ങും, പിന്നെയും മാസങ്ങളായിട്ട് കുഴിക്കൽ തുടങ്ങും. വേണ്ട, ആ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ പോവുക, ആ രൂപത്തിലേക്ക് കടന്നു ചെല്ലുക. ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അതോടൊപ്പം എന്നെ നിങ്ങൾക്ക് അധികം കിട്ടാറില്ല, അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏതു സമയത്തും നിങ്ങളുടെ വിളി കാത്തിരിക്കും. നിങ്ങളുടെ വിജയ മേഖലയിൽ ഞങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വിജയ സന്ദർഭങ്ങളിൽ നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് കാതോർത്തിരിക്കും. അപ്പൊ ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു വിളിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പലരും നമ്മളെ ആ രൂപത്തിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അവസരം ചെയ്തു തന്നിട്ടുള്ള പ്രത്യേകിച്ച് നസറുദ്ദീൻ സാർ, ഖാലിദ് സാർ, കൂടെയുള്ള പ്രിയ പഠിതാക്കൾ, ഫോക്കസിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്ന്, നിങ്ങളുടെ വഴിയിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവൂല, കട്ടക്ക് സപ്പോർട്ടായി കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ ഒരു സംസാരം ചുരുക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും, സഹലല്ലാഹു ഉമൂരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഡോക്ടർ സുലൈമാൻ സാർ, നസറുദ്ദീൻ സാർ, ഏറെ പ്രിയങ്കരരായ, ഇൻഷാ അല്ലാഹ് അടുത്ത PSC ലിസ്റ്റ് വരുമ്പോൾ ആദ്യ റാങ്കുകളിൽ എത്തുമെന്ന് ഈ ഒരു ശബ്ദം ശ്രവിക്കുന്നവരെക്കാളും, അതല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോടെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെക്കാൾ അഡ്മിൻസാണ് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ആദ്യ റാങ്കിൽ ഉണ്ടാവുമെന്നുള്ളത്. ആ അർത്ഥത്തിൽ തന്നെ ഈ ഒരു പ്രോഗ്രാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഫോക്കസ് ഫാമിലി അംഗങ്ങളെ എല്ലാ ഭാഗവും ഏകദേശം ടച്ച് ചെയ്തുകൊണ്ട് സുലൈമാൻ സാറൊക്കെ നമ്മോട് പലതും പങ്കുവെക്കുകയുണ്ടായി. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നില്ല. അതോടൊപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഇൻഷാ അല്ലാഹ് ഏപ്രിലിൽ എക്സാം ഹാളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് സിലബസിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കണം. അപ്പോൾ പൂർണ്ണമായും നമ്മൾ മനസ്സ് ഫ്രീ ആക്കി ആദ്യ റാങ്കുകളിൽ ഞാൻ ഉണ്ടാവും എന്ന ആ ഒരു ഗോള് സെറ്റ് ചെയ്തുകൊണ്ടാവട്ടെ ഇനിയുള്ള നമ്മുടെ മുന്നോട്ടുള്ള ദിനങ്ങൾ എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വഴിയിൽ ഇപ്പോൾ നസറുദ്ദീൻ സാറ് സൂചിപ്പിച്ച പോലെ ഏകദേശം 6ഓളം പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഒരുപാട് പുലികളെ നമ്മൾ കണ്ടു. അവരൊക്കെ നമ്മുടെ കൂടെ തന്നെയുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കും എന്തായിരുന്നാലും അതിൽ പലരുടെയും എക്സ്പീരിയൻസ് നമുക്കും ഇനിയുള്ള ദിനങ്ങൾ പ്രയോജനപ്പെടുത്താൻ സഹായകമാവും എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്തൊരു ദിവസത്തിൽ തന്നെ അവരിൽ ഏറ്റവും ഉന്നത റാങ്ക് നേടിയ ആളുകളുടെ ഒരു ചെറിയ ടോക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ വെക്കാം. അതൊക്കെ നമുക്ക് അടുത്ത വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എന്ന് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കാല
ഓരോ അനുഭവങ്ങളും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വെക്കാം. പക്ഷേ നമ്മൾ ഓരോരുത്തരുമാണ് ഇനിയുള്ള ദിനങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം നമ്മളാരും മറക്കാതിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ ഒരു കൺഫർമേഷൻ മെസ്സേജ് വന്ന് അതേപോലെ തന്നെ എക്സാമിന്റെ ഡേറ്റും പെട്ടെന്നായി എന്നുള്ളത് കൊണ്ട് മനസ്സിൽ കുറച്ച് പ്രയാസമുള്ള ആളുകളുണ്ട്. കാരണം ഒന്ന് നേരത്തെ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങി എക്സാം ഡേറ്റ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചൊന്ന് പിന്നോട്ട് പോയ ആളുകൾ, പിന്നെ ഇപ്പോൾ എക്സാം ഡേറ്റ് വന്ന ശേഷം ഒന്ന് സജീവമായി പഠനം തുടങ്ങുക എന്നുള്ള രൂപത്തിൽ നിന്നു. പക്ഷേ ഇത് തീരുകയില്ലേ എന്ന ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ ഒക്കെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളിലുണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ഇതേപോലെ കഴിഞ്ഞ ഒരുപക്ഷെ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ ആദ്യ റാങ്ക് നിലയിലുള്ള, അതേപോലെ തന്നെ മുമ്പ് 2021 നടന്ന എക്സാം കഴിഞ്ഞ് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ച ആളുകളൊക്കെ അന്ന് ഇതേ രൂപത്തിൽ ആശങ്ക പങ്കുവച്ച ആളുകളാണ്. അവരൊക്കെ അൽഹംദുലില്ലാ പലരും ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു. ചിലരൊക്കെ ഇപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റിൽ വന്നു. അപ്പോൾ ആ ആശങ്ക അവർ പങ്കുവച്ചതോടൊപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നീടുള്ള ദിനങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അവരൊക്കെ അൽഹംദുലില്ലാ ഇന്ന് ജോലിയിൽ പ്രവേശിച്ചു, ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നു. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും ജോലിയിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും അല്ലെ. നമുക്കുള്ളത് എന്തായിരുന്നാലും അവിടെ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യണം എന്നുള്ളത് മറക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നല്ല ചൂടിലേക്കാണ് നമ്മൾ എത്താൻ നിൽക്കുന്നത് അല്ലെ, നല്ല ചൂടുകാലത്തേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അതോടൊപ്പം അതിനിടയിൽ വിശുദ്ധ റമദാൻ കൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കെട്ടി പറയാൻ പറ്റില്ല, എന്നാലും പറയാണ്. റമദാൻ എന്ന് പറയുന്നത് നമുക്കറിയാം ശരിക്കും ഏറ്റവും ആളുകൾക്ക് ചെലവ് കുറയേണ്ട ഒരു മാസമാണ് റമദാൻ. പക്ഷെ നേരെ തിരിച്ചാ ഉണ്ടാവാറുള്ളത്. റമദാനിൽ പൊതുവെ ആളുകൾക്ക് എന്ത് ചെയ്യും, ചെലവ് കൂടുകയാണ് ചെയ്യുക. കാരണം സംഗതി ഒന്നോ രണ്ടോ നേരത്തെ ഭക്ഷണം പകൽ സമയത്ത് ഒഴിവാക്കുന്നുവെങ്കിലും അതിനേക്കാൾ കൂടുതൽ പുലർച്ചെയും അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും, ഈ രണ്ട് സമയത്തൂടെയായിട്ട് തിന്നുകൂട്ടുന്ന ഒരു പ്രകൃതാണ് പൊതുവെ. ഇപ്പൊ ഈ പറഞ്ഞ ഞാനടക്കം അതിൽ നിന്ന് ഒഴിവല്ല, അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ റമദാനിൽ നമ്മൾ എന്ത് വെച്ചാൽ ഒന്ന് ആ വിഷയത്തിൽ കൂടെ ചെറിയ ഒരു കരുതൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്കും ഒരു ക്ഷീണവുമില്ലാതെ ശരിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാവുന്ന ദിനങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ആത്മീയമായി റമദാനിനെ ഉപയോഗപ്പെടുത്താൻ ചെറിയ ഷെഡ്യൂള് നിങ്ങൾ ഇടുക. അതോടുകൂടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എക്സാം എന്ന് പറയുന്നത്, ഈ ഒരു എക്സാം ഒരു പക്ഷേ ചിലരുടെയൊക്കെ അവസാനത്തെ, പിന്നെ വയസ്സുകൊണ്ട് നോക്കുമ്പോൾ അവസാനത്തെ എക്സാം ആണ് എന്ന് അറിയിച്ച ആളുകളുണ്ട്. അതേപോലെ ഇനി നമ്മുടെ ഈ ഒരു ഏജ് ഓവർ ആവുന്നതിന് മുമ്പ് അടുത്തൊരു എക്സാം ഒരുപക്ഷെ ഇത്രയും ചാൻസോട് കൂടിയുള്ള എക്സാമിന് വരുമോ എന്ന് അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ച് സമയം ഈ ഒരു പഠനത്തിന് കൂടി ഈ റമദാനിലും മാറ്റി വെക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, രാത്രി സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, വെറും കാരക്കയും വെള്ളവും കുടിച്ച് നോമ്പെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഏറ്റവും അധികം ആ ഒരു നോമ്പ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറുള്ളത്. അത് എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരുപാട് തിന്നെങ്കിലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ്. സംഗതി എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും പകൽ സമയത്ത് നമുക്ക് ക്ഷീണം കൂടുകയാണ് ചെയ്യുക. നിങ്ങളൊന്ന് ഇത്തവണ എന്ത് ചെയ്യുക, കുറച്ച് നമുക്ക് പഠനത്തിന് കൂടി സമയം കിട്ടേണ്ടതുണ്ട്. പകൽ സമയത്ത് ക്ഷീണമായി ഉറങ്ങുന്ന ഒരു അവസ്ഥ, കൂടുതൽ സമയം ഉറങ്ങുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് നമുക്ക് പ്രയാസം ഉണ്ടാക്കും. കാരണം ഒന്ന്, നോമ്പ് അതിൻ്റെതായ ചൈതന്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവില്ല. മനസ്സിലാവണമെങ്കിലോ ഈ ഒരു പഠനം എന്നുള്ള ചിന്ത അവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ലത് ഒരു മിതമായ രൂപത്തിലുള്ള എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ ചൂടാവുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടി വരും. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയം അതേ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. എന്നുവെച്ചാൽ നോമ്പ് തുറന്ന ശേഷം വെള്ളം നന്നായി നമ്മുടെ വയറ്റിലേക്ക് എത്തുന്ന, അതോടൊപ്പം കുറഞ്ഞ രൂപത്തിൽ, നമുക്ക് കൂടുതൽ ഓവറായി പിന്നെ ആ സമയത്ത് നമുക്ക് ക്ഷീണം വരുന്ന രൂപത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഒക്കെ നമ്മൾ അത് കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പഠന രംഗത്ത് നമുക്ക് സഹായകമാവും എന്ന് ഓർമ്മപ്പെടുത്താണ്. ഏറ്റവും
നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ ഇനിയുള്ള ദിനരാത്രങ്ങളെ നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമ്മൾ തന്നെയായിരിക്കും ആദ്യ റാങ്കുകളിൽ ഉണ്ടാവുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ആദ്യ റാങ്കുകളിൽ വരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെ കാണുന്ന ഓരോരുത്തരും അതിലിപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനം കിട്ടിയ ആളുകൾ ഇവിടെ ഉണ്ട്. ഈ ശബ്ദം ശ്രവിക്കുമ്പോഴും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരിഞ്ഞിപ്പോ കയ്യും കെട്ടി നോക്കി നിൽക്കല്ല ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ലിസ്റ്റിലെത്തി അതുകൊണ്ട് ഇനി മാറി നിൽക്കുക എന്നല്ല അവർ ചിന്തിക്കുന്നത്. ഈ ഒരു മെന്റാലിറ്റി നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നമ്മൾ ഓരോരുത്തരും വിജയിക്കുക തന്നെ ചെയ്യും. കാരണം അവർക്കൊക്കെ ഇപ്പോ ബിലാലിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അല്ലെ. ഇപ്പോ JRF ഹോൾഡറാണ് ഇത്തവണ. അതേപോലെ തന്നെ മുമ്പ് തൊട്ട് മുമ്പ് വന്ന റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തിലുണ്ട്. ഇപ്പോ ഇന്നലെ വന്ന HST റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിലുണ്ട്, 1ാം സ്ഥാനത്ത് തന്നെ ഉണ്ട്. അതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നന്നായി പ്രിപ്പയർഡ് ചെയ്താൽ യാതൊരു സംശയവുമില്ല വരുന്ന റാങ്ക് ലിസ്റ്റുകളിലൊക്കെ നമ്മൾ ഓരോരുത്തരായിരിക്കും മുന്നിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഇനിയുള്ള ദിനങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ആരും ടെൻഷൻ ആവേണ്ടതില്ല. ഇൻഷാ അല്ലാ നമ്മൾ തന്നെയായിരിക്കും മുന്നിൽ തൗഫീഖില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇത്തവണ നല്ല രൂപത്തിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആദ്യ റാങ്കുകളിലെത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ചുരുക്കുകയാണ്.